ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ T20 വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് നെതർലാൻഡ് ശ്രീലങ്കയിലെ കൊളംബോ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ മാച്ച് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഫസ്റ്റ് മാച്ചിൽ ടോസ് ലഭിച്ച പാകിസ്ഥാൻ നെതർലൻഡിനെ ബൗളിങ്ങിന് അയക്കുകയാണ് ഉണ്ടായത്. സോ അതേ തുടർന്ന് നെതർലാൻഡ് ആദ്യം ബാറ്റ് ചെയ്യുകയും നിശ്ചിത ഓവറുകളിൽ 19.5 ഓവറിൽ 147 റൺസാണ് നെതർലാൻഡ് കൈവരിച്ചത്. ഇതിൽ തന്നെ നെതർലാൻഡിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ താഴെ പറയുന്നവരാണ്: ലിവിറ്റ് 15 റൺസ്, ഡൗഡ് ലീഡ് 30 റൺസ്, എക്കർമാൻ 20 റൺസ്, എഡ്വേർഡ്സ് 37 റൺസ് തുടങ്ങിയവരും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. എങ്കിലും 150-ൽ താഴെ റൺസിന് അവരെ ഒതുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു. പാകിസ്ഥാന് വേണ്ടി വിക്കറ്റ് വീഴ്ത്തിയവർ പ്രധാനമായും ഷാഹിൻ അഫ്രിദി 1 വിക്കറ്റ്, മിർസ 3 വിക്കറ്റ്, നവാസ് 2 വിക്കറ്റ്, അഹമ്മദ് അയൂബ് എന്നിവരും 2 വീതം വിക്കറ്റ് വീതം വീഴ്ത്തി. തുടർന്ന് രണ്ടാമത് ചേസിങ്ങിനിറങ്ങിയ പാകിസ്ഥാനിനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഏകദേശം 19.3 ഓവറിൽ 148 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ എടുത്ത് ഒരു 3 വിക്കറ്റിൻ്റെ വിജയം കൊയ്യുകയും ചെയ്തു. പാകിസ്ഥാന് വേണ്ടി ഫർഹാൻ ആണ് ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഫർഹാനാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അദ്ദേഹം 47 റൺസ്, പിന്നീട് വന്ന അയൂബ് 24 റൺസ്, ആഗ, അസം എന്നിവർ 15 റൺസും കൂടി കൂട്ടിച്ചേർത്തു. അവസാന ഓവറിൽ അഷ്റഫിൻ്റെ 29 റൺസുമായിട്ടുള്ള വെടിക്കെട്ട് ബാറ്റിങ്ങും കൂടി ചേർന്നപ്പോഴാണ് പാകിസ്ഥാന് വിജയം ഉറപ്പിക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ്റെ ഫീൽഡിംഗ് ആയിരുന്നു. നെതർലാൻഡിനെ 150-ൽ താഴെ റൺസിൽ താഴെ ഒതുക്കാൻ പാകിസ്ഥാന് സാധിച്ചു. അതിലെടുത്ത് പറയേണ്ടത് പാകിസ്ഥാൻ്റെ ക്യാച്ചുകളായിരുന്നു. ഒരുവിധം 95% ക്യാച്ചുകളും നന്നായി ക്ലീനായിട്ട് എടുക്കാൻ പാകിസ്ഥാൻ ഈ മത്സരത്തിൽ സാധിച്ചു. അത് എടുത്തു പറയേണ്ടതാണ്. രണ്ടാമതായി നെതർലാൻഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ വിജയം 19.3 ഓവർ വരെ വൈകിപ്പിച്ച് ഒരു പോരാട്ട വീര്യം പുറത്തെടുത്ത് പാകിസ്ഥാനെ ശരിക്കും ഒന്ന് പിടിച്ച് കുലുക്കിയതിന് ശേഷമാണ് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ നെതർലാൻഡ് തികച്ചും അഭിനന്ദനം അർഹിക്കുന്നു. ഒരു അട്ടിമറി എല്ലായ്പ്പോഴും T20 വേൾഡ് കപ്പിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെയും അത് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു അട്ടിമറി ഇതുവരെ നടന്നില്ല. അടുത്ത ഒരു അട്ടിമറി വിജയം എന്നാകുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്തായാലും നെതർലൻഡിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പോരാട്ടമാണ് ഉണ്ടായത്. തുടക്കത്തിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിലും മധ്യ ഓവറുകളിലേക്ക് എത്തിയപ്പോൾ ഏകദേശം പാകിസ്ഥാൻ്റെ വിക്കറ്റുകൾ തുടരെ വീഴ്ത്താനും ഏകദേശം 114-7 എന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ നെതർലാൻഡ് കളി ജയിക്കുമെന്ന് വരെ തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു. എന്തായാലും അവസാന ഓവറുകളിൽ അഷ്റഫിൻ്റെയും അതുപോലെ തന്നെ അഫ്രീദിയുടെയും കൂട്ടുകെട്ട് ഏകദേശം ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. അതിൽ തന്നെ അഷ്റഫ് 29 റൺസ്, അതിൽ 3 6ഉം 2 4ഉം അടക്കിയ ഒരു വെടിക്കെട്ട് ഇന്നിങ്സോടെ ലാസ്റ്റ് ഓവറുകളിൽ അടിച്ച് തകർത്തതോടെയാണ് നെതർലാൻഡിൻ്റെ പ്രതീക്ഷകൾ കൈവിട്ടതും പാകിസ്ഥാൻ കളിയിലേക്ക് തിരിച്ചു വന്നതും ജയം പിടിച്ചടക്കിയതും. സോ എന്തു തന്നെയായാലും നല്ല ഒരു കളിയായിരുന്നു. ഇത്രയുമാണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ടിൽ ദെൻ ബൈ.